എൻ ശ്രീകുമാർ, ആറാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്യുക, അന്വേഷണം ആരംഭിക്കുക. സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നുണ്ടോ? സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നുണ്ടോ? നേരത്തെ വിജിലൻസ്, തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസാണ്. ആ വിജിലൻസ് എത്രത്തോളം ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന സംശയങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്, സുതാര്യമായിരിക്കുമോ ഈ അന്വേഷണം, സത്യസന്ധമായിരിക്കുമോ? SITയിൽ 2 മുൻ വിജിലൻസ് ഉദ്യോഗസ്ഥർ, ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു പൊതുവിൽ ഇന്നത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ, നിർദ്ദേശങ്ങൾ? നോക്കൂ ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ ഈ ശബരിമല സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് ഓഫീസർ സംബന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പൊ അവിടെ രജിസ്റ്ററിന്റെ പ്രശ്നമുണ്ട്, അവിടെ സ്റ്റോക്ക് ഇല്ലാത്ത പ്രശ്നമുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നു. പക്ഷെ ഇവിടെയൊന്നും രാഷ്ട്രീയ നേതൃത്വത്തെ കുറിച്ച് കാര്യമായി ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലോ ഒന്നും നമ്മൾ കേട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കോടതി പറഞ്ഞൊരു കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിച്ച് 2 ആഴ്ച കൂടുമ്പോൾ ഇതിന്റെ വിവരം ധരിപ്പിച്ച് 2 ആഴ്ചക്കുള്ളിൽ വിവരം ധരിപ്പിച്ച് മറ്റാരോടും ഇത് സംബന്ധിച്ച് ഒന്നും പറയാതെ കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിലേക്ക് ഈ റിപ്പോർട്ട് പോകില്ല എന്നുള്ള ഒരു ആശ്വാസം നമ്മുടെ കയ്യിലുണ്ട്. കാരണം കോടതിയാണ് പറയുന്നത്, കോടതിയുടെ നിരീക്ഷണമാണ്. ഈ സംഘത്തില് പ്രത്യേക അന്വേഷണ സംഘത്തില് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നേരത്തെ ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തെ കോടതി മാറ്റിയില്ല. അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഈ കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് അതിൽ തൽക്കാലം അതില് കോടതിയിലുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ആ വിശ്വാസത്തിനൊപ്പം നിൽക്കാനാണ് ഞാനിപ്പോ താല്പര്യപ്പെടുന്നത്. പക്ഷെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇതിലൊരു തമാശ എന്താന്ന് വെച്ചാല്, കോടതി ഈ അന്വേഷണത്തിന് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചത്. കോടതി ഇത് നിയോഗിച്ച ശേഷം നമ്മുടെ ഭരണ നേതൃത്വം, അതായത് CPM-ന്റെ നേതാക്കള്, പ്രത്യേകിച്ച് ഇന്ന് അവര് പറഞ്ഞത് ഞങ്ങളും കോടതിയും ഒക്കെ ഒരുപോലെ ചിന്തിച്ചു എന്നാ. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഈ CPM നേതാക്കളുടെ ഇന്നത്തെയൊക്കെ പ്രസ്താവന, മുഖ്യമന്ത്രിയുടെയും മന്ത്രി വാസവന്റെ ഒക്കെ പ്രസ്താവന കേൾക്കുമ്പോഴേ ഇവരെന്തോ കോടതിയോട് സഹകരിച്ചുകൊണ്ട് ഈ വിഷയം ത്വരിതഗതിയിൽ അന്വേഷിക്കാനുള്ള ഒരു ആകാംക്ഷ കാണിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്നൊക്കെയാണെന്ന് വാസവൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തോട് അപ്പം ചോദിച്ചു, ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഇതുവരെ വന്നിട്ടില്ലല്ലോ, ഇനി വരുമോ എന്നറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പോഴത്തെ CPM-ന്റെ ഒരു ലൈൻ എന്താണെന്ന് വെച്ചാല്, ഈ കോടതിയുടെ അന്വേഷണം അത് ഞങ്ങളുടെ അന്വേഷണമാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതെ, അത് മാറ്റിയാണ്. അത് കോടതി ഞങ്ങൾ പറഞ്ഞിട്ടാണ് കോടതിയിലേക്ക്, ചുരുക്കം പറഞ്ഞാൽ കോടതിയെ ഇവര് നിർദ്ദേശിച്ച പോലെയാണ് ഇവരുടെ പറച്ചു കേട്ടാ തോന്നുക. അത് എന്തോ അന്വേഷിക്കട്ടെ, എല്ലാം അന്വേഷിക്കട്ടെ, കൃത്യമാകട്ടെ, ഇവരെന്തോ ഒരു മിസ്റ്റർ ക്ലീൻ ആയിട്ട് എല്ലാവരും ആ രീതിയിൽ ഇന്ന് അവതരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതൊരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ അഭിനയം ഒരുപക്ഷെ ഭയത്തിൽ നിന്നുള്ളൊരു മുക്തി ആഗ്രഹിക്കുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരുമാന സ്രോതസ് ശബരിമലയാണ്. ഈ ശബരിമല ഒരു പ്രത്യേക ദേവസ്വമായിട്ട് നിലനിർത്തണമെന്ന് ചില ഹിന്ദു സംഘടനകളും സമുദായ സംഘടനകളും ഒക്കെ പണ്ടേ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഗുരുവായൂർ ദേവസ്വം പോലെ ഈ ശബരിമല ദേവസ്വത്തിലെ, പക്ഷെ ബിജുവിനൊക്കെ അറിയാതെ, ശബരിമല ദേവസ്വത്തിലെ വരുന്ന പണം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ ഈ സ്വർണ്ണക്കടത്തിന്റെ കാര്യം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഒരു നിയമമോ വ്യവസ്ഥയോ ഒന്നുമില്ലാതെ ഒരാളൊരു വാതിൽ അഴിച്ചുകൊണ്ട് പോകുന്നു, ദ്വാരപാലക പീഠം അഴിച്ചുകൊണ്ട് പോകുന്നു, ദ്വാരപാലക കവചം അഴിച്ചുകൊണ്ട് പോകുന്നു, ശ്രീകോവിലിനുള്ളിലെ പരിശുദ്ധമായ പൂജാ സാമഗ്രികളും അതുപോലെ ശ്രീ അയ്യപ്പന്റെ ഹരിവരാസനം പാടി ഉറക്കുമ്പോഴുള്ള ദണ്ഡ് എഴുത്തുമാറ്റം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് അവിടെ ആരും അറിയാതെ നടക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. അങ്ങനെ കാണുന്നുണ്ട്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു വ്യവസ്ഥയൊന്നും ഇല്ലെന്നൊക്കെ ബോധ്യപ്പെടുന്നു. അവിടെയാണ് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ ജനങ്ങളെ സംശയിക്കുന്നത്. അതായത് ഒരു ബോർഡിന്റെ ഭരണസമിതി 2019 തൊട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആ 2019 കാര്യങ്ങൾ മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉള്ള കാലത്തോ തുടങ്ങിയ കാലം തൊട്ട് വേണ്ട. ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് പൂർത്തിയാക്കാം. അതായത് അപ്പൊ അങ്ങനെ ഈ ദേവസ്വത്തിലെ ഈ ശബരിമല വരുമാനം ഇങ്ങനെ വരുന്ന ഘട്ടത്തില് ഈ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ ജനങ്ങൾക്ക് അറിയേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അവിടെ ഈ തീർത്ഥാടന കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കുന്ന പണം എത്രയാണ്? അവിടെ പോലീസ് സംവിധാനം ഒരുക്കുന്നതിന് കൊടുക്കുന്ന പണം എത്രയാണ്? അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന പണം എത്രയാണ്? ഈ വക കണക്കുകളൊക്കെ ഒന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വിഭാഗം ജനങ്ങളെ. കാരണം ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണ ഇപ്പോഴുമില്ല, എത്രയാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് ഉള്ളതിന്. കാരണം നമ്മള് ഇത് പറയാൻ കാരണം അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഗവൺമെന്റ് പറഞ്ഞത് ശബരിമല ദേവസ്വത്തിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും 1 രൂപ പോലും എടുക്കുന്നില്ലെന്നാ. പക്ഷേ 3 കോടി രൂപ കൊടുത്തു. ഈ 3 കോടി രൂപ കൊടുത്തത് പിന്നീട് അറിഞ്ഞത് പത്രങ്ങളിൽ വന്നതുകൊണ്ടാണ്. ഗവൺമെന്റ് അത് പറഞ്ഞില്ല. ഞങ്ങൾ 3 കോടി രൂപ അഡ്വാൻസ് കൊടുത്തു എന്ന് ജനങ്ങളോട് ഗവൺമെന്റ് പറഞ്ഞില്ല. അതെന്താ പറയാതിരുന്നത്? അപ്പൊ അവിടെ അപ്പോൾ പോലും ഈ അന്വേഷണ ഘട്ടത്തിൽ പോലും ഇങ്ങനെ നടന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത് മുഖ്യമന്ത്രിയോടെ നിയമസഭയിൽ ചോദിച്ചു, പുറത്ത് കഴിഞ്ഞ ദിവസം വരെ ചോദിച്ചു. നിയമസഭയിൽ ചോദിച്ചപ്പോൾ അവരതിനെ നേരിട്ടത് എങ്ങനെയാണെന്നറിയാം മിസ്റ്റർ നമ്പ്യാർ? പരിഹാസം കൊണ്ടാണ്. അതായത് സ്വർണത്തിന്റെ, ശബരിമല ശാസ്താവിന്റെ സ്വർണം കടത്തിയ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴ് CPM അംഗങ്ങൾ കൊണ്ടുവന്ന ഒരു പുതിയ അവരുടെ ഒരു നയം എന്ന് പറയുന്നത് പരിഹാസമാണ്. എന്ന് വെച്ചാൽ വെറുതെ പരിഹസിക്കുക, ചോദിക്കുന്നവരോട് പരിഹസിക്കുക. എന്നിട്ട് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് വ്യക്തിപരമായ അധിക്ഷേപം പറഞ്ഞു, ഭിന്നശേഷിക്കാരെ അധിക്ഷേപിച്ചു, അതുപോലെ MLA-മാരെ അധിക്ഷേപിച്ചു, ഒരുപാട് വിഷയങ്ങൾ അധിക്ഷേപം നടന്നു. ഈ അധിക്ഷേപത്തിന്റെ ഒക്കെ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ഈ വിഷയാധിഷ്ഠിത കാര്യം അവിടേക്ക് മറയ്ക്കപ്പെടണമെന്നൊരു തോന്നൽ അവർക്ക് വരുന്നത്. സ്വർണ്ണക്കടത്തിലെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഇന്നലെയൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പരാമർശവും നമ്മുടെ CPM അംഗം സഭയിൽ നടത്തിയ പരാമർശമൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ആലോചിച്ച് അറിയുന്നത്? ജനങ്ങളിൽ നിന്നും ഇത് ശ്രദ്ധ തിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഞാനിതൊക്കെ ഇത് ചെറിയ രൂപത്തിൽ പറഞ്ഞു വരാൻ ഒരു തിരനോട്ടം നടത്താൻ കാരണം ശബരിമല വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ശബരിമല ശാസ്താവിന്റെ സ്വർണം അടിച്ചെടുത്തുകൊണ്ട് പോയി, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ അതിലെ കണക്കും കാര്യങ്ങളൊക്കെ ഓരോ രീതിയിൽ ഓരോരുത്തരും പറയട്ടെ, അതൊക്കെ ആ രീതിയിൽ നടക്കട്ടെ. ഇപ്പൊ ഇന്ന് CPM-ന്റെ ഇന്നത്തെ ഒരു പുതിയ ലേഖനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ശ്രീ ബിജുവിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും. അതായത് അവിടെ ഇപ്പൊ ഒരു 8-9 ഉദ്യോഗസ്ഥന്മാരെ ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് എന്തോ പരാമർശിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയം ചെയ്യുകയാണ് ഇപ്പൊ. അതായത് ഈ ഉദ്യോഗസ്ഥന്മാരിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ട്, എത്ര BJP-ക്കാരുണ്ട്, എത്ര RSP-ക്കാരുണ്ട്, ഇതൊക്കെ ചകഞ്ഞു കൊണ്ടുവരികയാണ്. അപ്പൊ ഇന്ന് അങ്ങനെ വരുമ്പോ ഏതൊരു നേതാവ് ഒരു ചാനലിൽ ഞാൻ പറഞ്ഞു കേട്ടു, INTUC-യുടെ ജില്ലാ പ്രസിഡന്റ് അതാ. ഞാനത് ഞെട്ടിപ്പോയി. INTUC-യുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റാണോ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണോ ഉദ്ദേശം എനിക്ക് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ജില്ലാ പ്രസിഡന്റ് പേരൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ ഇവരത് വഴിമാറ്റി കൊണ്ടുവരുന്ന നോക്കൂ നിങ്ങള്. അപ്പൊ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാല്, കോടതി അന്വേഷണം നടക്കുമ്പോൾ ഗവൺമെന്റ് പറയാണ് ഞങ്ങളും കോടതിയും ഒരേപോലെ ചിന്തിക്കുന്നു. അങ്ങനെയാണ് ഭാഷ്യം. മുഖ്യമന്ത്രിയുടെ ഭാഷ ഇതാണ്, ഞങ്ങളും ഹൈക്കോടതിയും ഒരേ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങളും ഹൈക്കോടതിയും ഒരേ നിലയിൽ മുന്നോട്ട് പോവുകയാണെന്ന് മുഖ്യമന്ത്രി പറയാ. 2019 മുതൽ ദേവസ്വം വകുപ്പ് ഭരിച്ചത് CPM, ദേവസ്വം ബോർഡ് ഭരിച്ചത് CPM, മുഖ്യമന്ത്രി സ്ഥാനത്ത് CPM. അവരുടെ കാലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കോടതി പറയുമ്പോഴ് ഇന്ന് മുഖ്യമന്ത്രി പറയാണ് ഞങ്ങളും കോടതിയും ഒരേപോലെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് ജനങ്ങൾക്ക് ഇത് കേൾക്കുമ്പോഴേ ഒരുപാട് സംശയങ്ങൾ അങ്ങോട്ട് പോകുമെന്നായിരിക്കാം ഇവരുടെ ധാരണ. പക്ഷെ അപ്പോഴും പൊതു ജനങ്ങൾക്കിടയിലുള്ള ചോദ്യം എന്താ വെച്ചാൽ, അവിടുത്തെ സ്വർണ്ണപ്പാളി ഉരുക്കി വിറ്റതാണോ, ഏതെങ്കിലും ധനികന് വിറ്റതാണോ? എന്തുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിമാർ കൃത്യമായി ഉത്തരം പറയുന്നില്ല എന്നുള്ളത്. ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ദേവസ്വം മന്ത്രിമാരെ 2-3 ദിവസമായിട്ട് മുൻ മന്ത്രിമാർ ഇപ്പോഴത്തെ മന്ത്രിയൊക്കെ പറയുന്നത് ശബരിമല ഒരു സ്വയംഭരണ സ്ഥാപനമാണ്, അവിടെ ഞങ്ങൾ ഇടപെടാറേ ഇല്ല. അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്, ഞങ്ങൾ ഇടപെടാറേ ഇല്ല. ഈ മന്ത്രിമാര് തീർത്ഥാടന കാലത്ത് ശബരിമല സന്നിധാനത്ത് പോയിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് വരുമാനം കൂട്ടി, തീർത്ഥാടകരുടെ എണ്ണം കൂട്ടി എന്നൊക്കെ പറഞ്ഞ് മേലിരിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോഴേ, സ്വർണ്ണത്തട്ടിപ്പ് വിഷയം വന്നപ്പോഴേ ശബരിമലയോ ഞങ്ങളങ്ങോട്ട് പോകാറേ ഇല്ല എന്ന രീതിയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോഴേ
നമ്മൾ നോക്കൂ, ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഭരണകർത്താക്കൾ ജനങ്ങളെ എത്രമാത്രമാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് നോക്കൂ. ഇവിടെ ഇവിടെ അവര് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഇത് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. CPM-ന്റെ പ്രസിദ്ധീകരണങ്ങൾ ഇപ്പൊ പറയുന്നത് ഈ വിവാദ പുരുഷൻ കോൺഗ്രസ്സുകാരനായിട്ടും BJPക്കാരുമായിട്ട് മാത്രം ബന്ധമെന്നാണ്. അപ്പൊ ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണ വരുമ്പോഴേ അനിൽ നമ്പർ ചോദിച്ച ചോദ്യമുണ്ട്. കോടതിയുടെ അന്വേഷണത്തിൽ ഒരു കാര്യം അനിൽ നമ്പർ ആലോചിച്ചോളൂ. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ ഒരു തെറ്റ് കണ്ടാൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്വേഷണ ഉദ്യോഗസ്ഥന് ഉത്തരം പറയാനുള്ള ബാധ്യത, ചുമതല കോടതിയോട് മാത്രമേ ഉള്ളൂ. മാധ്യമങ്ങളോടും പറയാൻ പാടില്ല. ഗവൺമെന്റ് അപ്പൊ കഴിഞ്ഞില്ലേ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി, ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ദേവസ്വം മന്ത്രി, ഇവരൊന്നും ഇത് അറിയാൻ പാടില്ലെന്നാണ് അതിന്റെ പച്ച മലയാളം. അതിനകത്ത് വെച്ചാൽ സ്വതന്ത്രമായ അന്വേഷണം ആ സ്ഥലത്താണ് അതൊക്കെ ഇവിടെ നടക്കുവോ കേരളത്തിൽ? നടക്കുവോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് കോടതിയിൽ ഒരു വിശ്വാസമുണ്ട്. ആഫ്റ്റർ ഓൾ ഇവരെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളവരാണല്ലേ, അല്ലേ? അപ്പോൾ എന്തായാലും ഇന്റലിജൻസ് വഴി അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് വഴിയൊക്കെ അന്വേഷണത്തിൻ്റെ പുരോഗതിയുടെ ഓരോ സ്റ്റേജും കൃത്യമായിട്ട് ഇപ്പം മുഖ്യമന്ത്രിയിലേക്ക് എത്തും. മുഖ്യമന്ത്രിയിലേക്കെന്നല്ല, രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു സുതാര്യത ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന് പുലർത്താൻ സാധിക്കും? എനിക്ക് സംശയമുണ്ട് അക്കാര്യത്തിൽ. ഞാൻ പറയാം. അതായത് ഇവരിപ്പോ ഈ ഞാൻ നമ്മുടെ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മനസ്സിൽ നിന്ന് വിട്ടുപോയി. ശശിധരൻ. അതെ, ശശിധരൻ. അപ്പൊ ഈ ശശിധരനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹൈക്കോടതിയിൽ, ആ വെള്ളാപ്പള്ളിയുടെ കേസില് ഒരു ഹൈക്കോടതിയിൽ ഒരു ഗവൺമെന്റ് ഹർജി കൊടുത്ത ഹർജി തള്ളിക്കളഞ്ഞിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന ഒരു സംശയം. ശ്രീകുമാർ എസ് ശശിധരനെ അദ്ദേഹം എറണാകുളം റേഞ്ച് SP ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെ അദ്ദേഹം വലയിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ശശിധരനെ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നത്, KPയിലേക്ക് കൊണ്ടുപോയി മാറ്റുന്നത്. അപ്പോൾ നോക്കൂ, ശശിധരൻ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു അപ്രൈറ്റ് ഓഫീസറാണ്, ഒരു സംശയവുമില്ല, അപ്രൈറ്റ് ഓഫീസറാണ്. പക്ഷേ ഒരു ശശിധരന് മാത്രം എങ്ങനെ അന്വേഷണം സത്യസന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ്. അല്ല മിസ്റ്റർ നമ്പർ, അതിൽ ഞാൻ ഒരു കാര്യം പറയാം. കാരണം കേരളത്തിൽ ഞാൻ ഇന്നേ വരെ, നമ്മളൊക്കെ പത്രപ്രവർത്തകരായിരുന്നല്ലോ, ഇന്നേ വരെ കോടതി ഇത്ര സൂക്ഷ്മമായി ഒരു അന്വേഷണത്തിൽ ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട്. കാരണം കോടതിക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിരിക്കുകയാണ്. അതായത് 2019 മുതല് അവിടെ ശബരിമല എന്ന് വെച്ചാൽ നോക്കൂ മിസ്റ്റർ നമ്പർ, നമ്മളുടെ മുമ്പിൽ എന്താണ് ശബരിമല? തീർത്ഥാടന കാലത്ത് അവിടെ പോലീസ് പ്രളയം, അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രളയം, ഉദ്യോഗസ്ഥരുടെ പ്രളയം, അതുപോലെ മന്ത്രിമാരുടെ പ്രളയം, അത് മാത്രമല്ല പ്രത്യേകം മീറ്റിങ്ങുകൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഇത്ര വളരെ സസൂക്ഷ്മം ഹൈക്കോടതി അതിലേക്ക് നിരീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അന്വേഷണത്തില് ഒരു ഗുണമുണ്ടാവും. കാരണം ഹൈക്കോടതി നിരീക്ഷണമുണ്ട്. നേരെ മറിച്ച് ഹൈക്കോടതി ഒരു ഉത്തരവിടാണ്, അന്വേഷണത്തിന് ഉത്തരവിടാണ്, ഗവൺമെന്റ് ആണ് നിയോഗിക്കുന്നതെങ്കിൽ ഈ പറയുന്ന സംശയമൊക്കെയാണ്. പക്ഷെ ഹൈക്കോടതി ശരിക്കും ചെവിക്ക് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളും കോടതിയും ഞങ്ങളും ഒന്നാണ് എന്ന രീതിയിലേക്ക് ഇവർ പറയുന്നത്. ഒരു തമാശ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് ഈ കോടതിയിലെ ചില ജഡ്ജിമാരെ വിധി പ്രസ്താവിച്ചപ്പോ നാട് കടത്തുന്നെന്ന് പറഞ്ഞാൽ ഇവർക്കെതിരായിട്ട് വിധി പ്രസ്താവിച്ചപ്പോ, അപ്പൊ ഇന്ന് ഈ കോടതിയെ ഇവര് ബഹുമാനപ്പെട്ട കോടതി എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോഴേ ആ ബഹുമാനത്തിന്റെ ഇത് കൂടുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം വരുന്നുണ്ട്, എന്തിനാ ഇത്രയധികം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം നമ്മൾ പ്രകടിപ്പിക്കാൻ കാരണം എന്താ വെച്ചാല് ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു അന്വേഷണം വരുമെങ്കിലാണ്. പക്ഷേ ഇതിൽ രാഷ്ട്രീയ നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. ഇവിടെ നമ്മുടെ ചില കാര്യങ്ങളിലെ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് CPM, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സജീവ കോൺഗ്രസ്സുകാരെയും അല്ലാത്ത പാർട്ടിയുടെ സഹയാത്രികരെയും വെച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന CPM-ന്റെ നേതാക്കളാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമായ അനന്തഗോപനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാറും ഒക്കെയാണ് അവിടെ ഭരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അവസാന കാലത്താണ് പ്രശാന്തിന്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തത്. അപ്പൊ അതിന്റെ ഈ 19 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിലെ ആ ദേവസ്വം ഭരിച്ച CPM-ന്റെ ആളുകൾക്ക് ഇതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം അവർക്ക് ഉത്തരവാദിത്തം എന്താണ്? ഭരണ നേതൃത്വമാണ്. ഞങ്ങൾ അറിഞ്ഞില്ല, അത് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നുള്ള ചോദ്യം കോടതിയും സംവിധാനം ആവശ്യമില്ല. ദേവസ്വം ബോർഡിന് സംവിധാനം ആവശ്യമില്ല.
ആർക്കും എന്ത് വേണമെങ്കിലും ആവശ്യമില്ല. ചെയ്യാലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അതെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ദേവസ്വം ബോർഡ് അവിടുത്തെ ഓരോ കാര്യങ്ങളും അത് ഇവരെപ്പോഴും പറയുന്ന കാര്യം എന്താണ്, തന്ത്രിയാണ് അവസാന വാക്കെന്ന് ഇവര് പറയും. ഇവര് ഭക്തിയില്ല വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞാലും യെസ്, ദേവസ്വം കാര്യത്തിൽ ഇവരെല്ലാം കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ മന്ത്രിമാര് പറഞ്ഞിട്ടുണ്ടല്ലോ, യെസ്. ശബരിമലയിലെ സമഗ്ര വികസനത്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയെന്നവർ പറഞ്ഞില്ലേ. അപ്പൊ അയ്യപ്പ സംഗമം നടത്താൻ ഗവൺമെന്റിനാകുമെങ്കിൽ അവിടെ ഭരണമുഹൂർത്തം ഗവൺമെന്റ് ഈ CPM ആയതുകൊണ്ടാണല്ലോ. അതെ, അപ്പൊ അതെ. CPM ഉത്തരം പറയണം. അതിന് പകരം ഞങ്ങളും കോടതിയും ഒരുപോലെ ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞാലൊന്നും ജനം യെസ്, വിശ്വസിക്കില്ല. യെസ്. കോടതി മര്യാദയ്ക്ക് കോടതി ഇവർ അന്വേഷണം കൃത്യമല്ലെന്നുണ്ടെങ്കിൽ കോടതി നിരീക്ഷിക്കും, കോടതി കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കോടതിയിൽ വിശ്വാസം വരുന്നത്.